റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുതലപ്പുഴയിൽ പൊഴി മുറിക്കാൻ വൈകിയത് കാരണം ദുരിതത്തിലായിരിക്കുകയാണ് ചെറുന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ. 9 ദിവസത്തിലേറെയായി വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇവിടുത്തെ വീടുകൾ. ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. വീടുകൾ ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയുമുണ്ട്. ഏതാണ്ടൊരു 8-9 ദിവസമായി വെള്ളം കയറിയിട്ട്. എന്നാലും ഇന്ന് 3 ദിവസം കൊണ്ടാണ് ഈ വെള്ളം ഇത്രയും ഇങ്ങനെ ആയത്. നമുക്കൊക്കെ ഇത് മിച്ചഭൂമി കിട്ടിയ ഭൂമികളാണ്. നമ്മളിത് വീട് വെച്ച് 11 വീട് വെച്ചതാണ്. വീട് വെച്ച് ഇത്രയും വെള്ളം കയറി നമുക്ക് ഈ വീട് കൊണ്ടിരുത്തുമെന്നുള്ളവർ നമ്മൾ അന്നന്ന് തെണ്ടി കുടിക്കുന്നവരാണ്. ഉണ്ട് നമുക്ക് ഈ ഉറക്കം പോലും ഇല്ലാതെ രാത്രി 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ ഈ സിറ്റ് ഔട്ടിൽ വന്നിരിക്കും. വെള്ളം കയറുന്ന കൊച്ചുങ്ങളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ മാറിപ്പോകാനുള്ളൊരു സംവിധാനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പൊഴി മുറിക്കാത്തതാണ് ഇത്രയും പ്രശ്നം. പക്ഷേ മഴ പെയ്താൽ നമുക്ക് ഇത്രയും ബാധകം വരത്തില്ല. മഴ പെയ്യുന്ന വെള്ളമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ. ഇതിപ്പോൾ പൊഴി മൂടിയപ്പോഴത്തേക്ക് അങ്ങനെ തോടുകളും അവിടുത്തെ വെള്ളങ്ങൾ അത്രയും കൂടെ ഇങ്ങോട്ട് വരുന്നു. ഈ പൊഴി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രശ്നം വരത്തില്ല. ഇപ്പോൾ 8-9 ദിവസം കൊണ്ടാണ് ഈ വെള്ളം ഞാൻ ആയത്. ഇന്നലെയാണ് ഇപ്പോൾ ഇത്രയും കടുത്തത്. അതുവരെ ഉള്ളായിരുന്നു വെള്ളം. ഇപ്പോൾ വെള്ളം കയറി കടുത്തു. ഇപ്പോൾ കല്ല് ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. നമുക്ക് ഷുഗറൊക്കെ ഉള്ളതാണ്. ഈ 6-7 ദിവസം കൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മളെയൊക്കെ സ്ഥിതിയൊന്ന് ചിന്തിച്ച് നോക്കിയാണ്. കാര്യം എവിടെയെങ്കിലും ഒരു ശകലം പഴുത്ത് പോയാൽ തീർന്ന് കഥ. ഈ വീട് നിൽക്കുന്ന വെള്ളത്തിലാണ് 4 വിശു. ആ വെള്ളത്തിനകത്തൂടെയാണ് പെരയ്ക്കകമൊക്കെ നല്ല ഈരുമാണ്. ആ തരത്തിലാണ് നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. ഇത് ഇറങ്ങിപ്പോവും, ഇന്ന് പോകും, നാളെ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് ഇന്ന് വരെ നടന്നില്ല. ഇന്നലത്തെ മഴയത്ത് നമ്മൾ വിചാരിച്ച് ഇപ്പം ഞാൻ ഒരു വീട്ടിൽ പോയതാണ്. അഥവാ ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ ഒത്തിരി കിടക്കാൻ സ്ഥലം തരുമെന്ന് ചോദിക്കാൻ പോയിട്ട് വന്നപ്പോൾ ആ വീട്ടിൽ ആരുമില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വരികയായിരുന്നു. ഇന്നലെ രാത്രി മൊത്തം നമ്മൾ ഉറങ്ങിയില്ല. നമ്മൾ എഴുന്നേറ്റ് കൊച്ചുങ്ങൾ പോലും ഉറങ്ങിയപ്പോൾ 1 മണി അടുപ്പിച്ചു. ഇന്നത്തെ സാധനങ്ങൾ താഴെ ഇരുന്ന് എല്ലാം മുകളിലാക്കി. ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇങ്ങ് വന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെങ്ങും പോയില്ല. വെള്ളം വരികയാണെങ്കിൽ നമുക്ക് വീടിനകത്ത് ഇരിക്കുന്ന എന്തെങ്കിലും തുണികളെങ്കിലും മാറ്റണമല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അരുൺ സോളമൻ, പൊഴി മുറിക്കാൻ വൈകിയത് മൂലം തങ്ങളുടെ ജീവിതത്തിൽ വഴിമുട്ടിയ ഒരു സാഹചര്യമാണെന്ന് പറയുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിന് ഇപ്പോൾ പൂർണ്ണമായ ഒരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറവല്ലേ? സുജയ, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷമാണ് മുതലപ്പുഴയിൽ അഴിമുഖം പൂർണ്ണമായിട്ടും മണൽ കയറി മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഡ്രഡ്ജർ എത്തിച്ച് ഈ പൊഴി മുറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ 14 ദിവസം പിന്നിടുകയാണ്. ഇതിനിടയിൽ 9 ദിവസമായി മുതലപ്പുഴയ്ക്ക് ചുറ്റുമുള്ള 8 ഗ്രാമപഞ്ചായത്തുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ ഈ ചെറുന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ 9 ദിവസമായി വെള്ളം കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ തുടർച്ചയായിട്ട് 2 ദിവസങ്ങളിലാണ് ഈ ഭാഗത്ത് മഴ പെയ്തത്. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും കഠിനകുളം കായലിൽ വെള്ളം കയറും. സ്വാഭാവികമായി കഠിനകുളം കായലിലേക്ക് വരുന്ന വെള്ളം വാമനപുരം നദിയിൽ നിന്നുമാണ്. വാമനപുരം നദിയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ സ്വാഭാവികമായി ഈ ഗ്രാമപഞ്ചായത്തുകളിൽ വെള്ളം കയറുമെന്നുള്ളതാണ്. മഴ പെയ്താൽ സാധാരണഗതിയിൽ ഇങ്ങനെ വെള്ളം കയറാറില്ല എന്നുള്ളതാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ആശങ്കയുണ്ട്. മറ്റൊന്ന്, കുട്ടികളും രോഗികളും അടക്കമുള്ളവർ ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണ്. പ്രധാനമായും ചെറുന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് നിലവിൽ വെള്ളം കയറിയിരിക്കുന്നത്. നിലവിൽ ഈ ഭാഗങ്ങളിൽ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ സ്ഥലം സന്ദർശിച്ചെങ്കിലും ഇതിനോടകം പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. എത്രയും വേഗം പൊഴി മുറിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയൂ. പക്ഷേ നിലവിൽ 90 മീറ്റർ മാത്രമാണ് മണൽ നീക്കം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊഴി മുറിക്കുന്നില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം ഈ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് വലിയ ആശങ്കയുണ്ട്. കാരണം പ്രമേഹമടക്കമുള്ള രോഗങ്ങളുള്ളവർ ധാരാളം പേർ ഈ വീടുകളിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. വീടിന് പുറത്തിറങ്ങണമെങ്കിൽ കല്ലുകളിട്ട് അതിലൂടെ നടന്നു വരേണ്ടുന്ന ഒരവസ്ഥ. ചെറിയൊരു മുറിവ് പറ്റിയാൽ അണുക്കൾ കയറിയ രോഗം കൂടുമെന്നുള്ള ഭയമുണ്ട്. മറ്റൊന്ന്, കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ആശങ്കയോടുകൂടി കഴിയുന്നു. കാരണം നീണ്ട 11 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറുകയും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ അവർ ആലോചിക്കുകയാണ്. കാരണം ബന്ധുക്കളുടെ വീടുകളിലൊക്കെ മാറി താമസിക്കേണ്ടുന്ന ഒരു അവസ്ഥ അവർക്ക് വന്നു ചേരുമെന്നുള്ള ആശങ്കയുണ്ട്. കാരണം നിലവിൽ അവരുടെ വീടുകളുടെ വരാന്തകൾ അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യരുടെ ആശങ്കയാണ്. അവിടെ മുതലപ്പുഴയിൽ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിലെത്താൻ സർക്കാർ ഒരു ഭാഗത്ത് നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറുഭാഗത്ത് ഇങ്ങനെയുള്ള നിലവിളികൾ കൂടി ഉയരുന്നത്.